വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശിവനാണെങ്കിൽ കുട്ടികളെയും കൊണ്ട് തിരികെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി രണ്ടുപേരും കൂടി കുളിച്ച് ഫ്രഷ് ആയിക്കെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം അടുത്ത തവണ പറപ്പിച്ച് വിടണമെന്നൊക്കെ ഈ കുട്ടികൾ പറയുകയാണ്. തുടർന്ന് കുട്ടികൾ ഇങ്ങനെ അകത്തേക്ക് കയറുന്നുണ്ട്. അന്നേരം രാഘവൻ നായരാണെങ്കിൽ ഭാമയുടെ വിവാഹോർഷത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഹാളിലേക്ക് വരികയാണ്. അല്ലെങ്കിൽ നല്ലത് പറഞ്ഞാൽ അങ്ങോട്ട് പിണങ്ങി വരും എന്നൊക്കെ പറഞ്ഞ് മുഹൂർത്തുകൊണ്ട് വരുമ്പോൾ കുട്ടികൾ അച്ചച്ചാന്നും പറഞ്ഞ് ഓടി ചെല്ലുന്നുണ്ട്. അന്നേരമാണെങ്കിൽ സത്യഭാമ പൊന്നി അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട്. അന്നേരം മക്കൾ ചെന്നേ പൊന്നിയാൻ്റെ പാലെടുത്ത് വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഭാമ പറയുകയാണ്. അന്നേരം രാഘവൻ നായർ ചോദിക്കുകയാണ്, അല്ല നമുക്കാണെങ്കിൽ കുട്ടികളെ കൊണ്ട് മാല ഉണ്ടാക്കിച്ചാലോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം പിന്നെ ഭാമ ഇങ്ങനെ നോക്കുകയാണ്. അന്നേരം ഞങ്ങൾ ആർക്ക് വേണ്ടിയാണ് മാല ഉണ്ടാക്കേണ്ടതെന്നിങ്ങനെ സത്യ ചോദിക്കുമ്പോൾ അത് എന്ന് പറഞ്ഞിട്ട് രാഘവൻ നായർ പറയാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് സത്യഭാമ കുട്ടികളെ അങ്ങ് വിഷയം മാറ്റുകയാണ്. അതെ, നിങ്ങൾ പോയി പിന്നെ കുളിച്ച് സ്നാക്സൊക്കെ കഴിച്ച് ഹോംവർക്കൊക്കെ ചെയ്തേ, പൊന്നി ആൻറ്റി ഇഷ്ടമുള്ള എടുത്ത് തരുമെന്ന് പറഞ്ഞ് പൊന്നിയോട് പറഞ്ഞു വിടുകയാണ്. അന്നേരം എന്തുണ്ടെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉണ്ടാക്കി തരാമെന്ന് പൊന്നി വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അന്നേരം ശിവൻ ഇവിടെ വാതിൽക്കൽ നിൽക്കുകയാണ്. അന്നേരം രാഘവൻ നായർ കാണുന്നുണ്ട്. അന്നേരം നീ എന്തുവാണ് അവിടെ നിൽക്കുന്നത്, ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞ് ശിവനെ വിളിക്കുന്നുണ്ട്. അന്നേരം ശിവൻ അതൊക്കെ മാലയുടെ കാര്യമൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ശിവൻ ചോദിക്കുന്നുണ്ട്, ആ കുട്ടികളെ കൊണ്ട് ആർക്കാ എന്തോ മാലയുടെ കേസ് പറഞ്ഞല്ലോ. അന്നേരം അതെ അതൊക്കെ ഉണ്ട്, പക്ഷെ നീ ഇപ്പോൾ അറിയണ്ട, നിനക്കൊരു സർപ്രൈസാണ് വരാൻ പോകുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ശിവനിങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഈശ്വര ഇനി പുതിയ വല്ല കുരുക്കുവാണോ, നീ തന്നെ രക്ഷാന്നിങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ്. അന്നേരം നീ ഇപ്പോൾ അറിയണ്ട, ന്യൂസ് പിടിക്കാൻ വന്നേക്കുന്നു, അന്ന് പോയേ എന്ന് പറഞ്ഞ് അങ്ങ് അപ്പുറത്തോട്ട് പോടാമെന്ന് പറഞ്ഞ് ശിവനെ പറഞ്ഞു വിടുകയാണ്. ശിവനിങ്ങനെ സംശയിച്ചിങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങിയ ജീപ്പിൻ്റെ അടുത്തേക്ക് പോയി നിൽക്കുന്നുണ്ട്. അന്നേരം ഭാമയോട് പറയുന്നുണ്ട്, അതെ അവനെന്തോ ന്യൂസ് സംശയം തോന്നിയെന്ന് തോന്നുന്നു, എന്തായാലും അപ്പോഴേ അറിയിച്ചാൽ മതി, ഇനി ശാരദാമ്മ അങ്ങോട്ടത്തേക്ക് വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് അങ്ങോട്ട് ശാരദാമ്മയെ വിളിക്കുകയാണ്. അന്നേരം പിന്നീട് പോരെന്നൊക്കെ ഭാമ ചോദിക്കുമ്പോൾ അതൊന്നും പോരാ, കൈയോടെ എല്ലാം ചെയ്യണമെന്ന് പറഞ്ഞ് രാഘവൻ നായർ ശാരദാമ്മയെ ഫോൺ ചെയ്യുകയാണ്. അന്നേരം ശാരദാമ്മ ഫോൺ എടുക്കുന്നുണ്ട്. അന്നേരം പിന്നെ അതേ ഇവിടെ വരുന്ന മെയ് മാസത്തിൽ വിഷ്ണുവിൻ്റെ ശാലിനിയുടെ വിവാഹാർഷികമാണ്, അതങ്ങോട്ട് നമ്മൾ ആഘോഷിക്കാൻ പോവുകയാണെന്ന് പറയുന്നുണ്ട്. അന്നേരം പെട്ടെന്ന് ശാരദാമ്മ അങ്ങ് ഷോക്കാവുന്നു, അണ്ടം വിടുന്നുണ്ട്. എന്നിട്ട് പറയണം, അതൊന്നും ശരിയാവില്ല രാഘവേട്ട, പിന്നെ ശാലിനിക്കാണെങ്കിൽ ഒന്നാമത് ജോലി തിരക്കുണ്ട്, അപ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ ഇനി ലീവ് എടുപ്പിച്ചാൽ അവരുടെ ജോലിയൊക്കെ ബാധിക്കില്ലേ, അത് വേണമെന്ന് ചോദിക്കുകയാണ്. അന്നേരം അത് വേണം, ഞാൻ എന്തായാലും ആലോചിച്ച് തീരുമാനിച്ചു, ശാരദാമ്മ തന്നെ ഒന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കണം, പിന്നെ രോഹിത്തിനെ ശ്യാമയെ ശാലിനിയൊക്കെ ശാരികയൊക്കെ പറഞ്ഞാൽ മാത്രം പോലെ അവരെ കൊണ്ടുവരണം, ഞാൻ തീരുമാനിച്ചതാണെന്ന് പറഞ്ഞിട്ട് സത്യഭാമയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുകയാണ്. നീ സംസാരിക്കുക, ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ സംസാരിച്ചാൽ മതിയെന്നും പറഞ്ഞിങ്ങനെ നിർബന്ധമായിട്ട് ഭാമയുടെ കയ്യിലേക്ക് ഫോൺ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് സംസാരിക്കുക എന്നിങ്ങനെ രാഘവൻ നായർ ആകെ സന്തോഷത്തിലാണ്. ഭാമയാണെങ്കിൽ ആ ഫോണും കൊണ്ട് വാതിൽക്കലേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ഹലോ ശാരദാമ്മയോട് സംസാരിക്കുകയാണ്. അന്നേരം എന്ത് ചെയ്യും എന്നിങ്ങനെ ശാരദാമ്മ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ഇതൊരിക്കലും നടക്കാനായിട്ട് പാടില്ല, വിഷ്ണുവിൻ്റെ സ്ഥാനത്ത് ശിവനെ ശാലിനി നിർത്തുമെന്ന് ശാരദാമ്മയ്ക്ക് തോന്നുന്നുണ്ടോ, ഒന്നുകിൽ അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും, അല്ലെങ്കിൽ ശിവനെ ഇവിടുന്ന് പുറത്താക്കും, ഇതെങ്ങനെയും തടഞ്ഞേ മതിയാവും എന്ന് പറയുകയാണ്. അന്നേരം സത്യഭാമ പറയുന്നുണ്ട്, ഞാൻ കുറേയൊക്കെ പറഞ്ഞു നോക്കി, അന്നേ ശിവനിൽ വിഷ്ണുവിനെ കണ്ടപ്പോൾ നമ്മൾ തിരുത്തണമായിരുന്നു, ഇനിയിപ്പോൾ തിരുത്താൻ പോയ എന്ത് ദുരന്തമാണ് ഉണ്ടാകാൻ പോകുന്നത് അറിയത്തില്ല, എന്തായാലും നമുക്ക് എന്തെങ്കിലും വഴി നോക്കാം, ഞാനും നോക്കാമെന്ന് പറഞ്ഞ് അവരിങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അന്നേരം ഈ സംസാരിക്കുന്നതൊക്കെ ഇങ്ങനെ രാഘവൻ നായർ കുറച്ച് മാറി നിന്നാണ് സംസാരിക്കുന്നത്. അന്നേരം ശാരദാമ്മ വെളിയിൽ നിൽക്കുന്ന ശിവനെയും നോക്കുന്നുണ്ട്, അകത്ത് സന്തോഷത്തോടെ നിൽക്കുന്ന രാഘവൻ നായരെ നോക്കുകയാണ്. ശിവനിതൊന്നും മനസ്സിലാവാതെ എന്തോ കുഴപ്പമുണ്ടെന്നുള്ള രീതിക്ക് ശിവൻ നിൽക്കുകയാണ്. അന്നേരം ഫോൺ വെച്ച ശേഷം രാഘവൻ നായർ ചോദിക്കുന്നുണ്ട്, എന്ത് പറഞ്ഞു എന്ന്. അന്നേരം സമയമുണ്ടല്ലോ, പിന്നീട് തീരുമാനിക്കാമെന്ന് പറഞ്ഞു എന്ന് പറയുകയാണ്. അന്നേരം എന്തോ സമയം, അധിക സമയമൊന്നുമില്ല, എല്ലാം പെട്ടെന്ന് വേണം എന്ന് പറഞ്ഞ് രാഘവൻ നായർ ആകെ സന്തോഷത്തിലാണ്. അതേസമയം ശാലിനിയാണെങ്കിൽ രേഷ്മയെ കാണാനായിട്ടൊരു സ്ഥലത്ത് ഇങ്ങനെ വിളിപ്പിക്കുന്നുണ്ട്. രാമേട്ടൻ അവിടെ വണ്ടി നിർത്തിയിട്ട് വണ്ടിയുടെ അടുത്ത് തന്നെ നിൽക്കുകയാണ്. രേഷ്മയുടെ കൂടെ ആണെങ്കിൽ ആ ശെൽവിയും പിന്നെ ആ മാനേജർ പയ്യനും ഉണ്ട്. അന്നേരം രേഷ്മയ്ക്ക് ഇങ്ങോട്ട് വിളിച്ചത് ബുദ്ധിമുട്ടായെന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാൻ സന്ധ്യയ്ക്ക് മുമ്പേ ഇപ്പോൾ സാധാരണ വീട്ടിലേക്ക് പോകാറുണ്ട്, വിഷ്ണുവിൻ്റെ ചിതാഭസ്മം പാവനാശിനി ഒഴുക്കുന്നത് വരെ എൻ്റെ കൈ കൊണ്ട് വിളക്ക് തെളിയിക്കണം, അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ ശാലിനിക്ക് അങ്ങനെ സങ്കടം വരുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഒരു സുഹൃത്ത് ആകുമ്പോൾ ഇത്രയ്ക്ക് പ്രാധാന്യം ജീവിതത്തിനോട് ഞാൻ ഒരുപാട് തവണ ആലോചിച്ചിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴാണ് സുഹൃത്തും സഹോദരിയുടെയൊക്കെ ആ ഒരു സ്ഥാനം എനിക്ക് മനസ്സിലാകുന്നത്, അതുകൊണ്ടാണ് രേഷ്മയ്ക്ക് അത് ചെയ്യാൻ കഴിയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഞാൻ ഇങ്ങോട്ടത്തേക്ക് വിളിപ്പിച്ചത് വിഷ്ണു ഇട്ടൻ്റെ ആ ഓർഗൻസ് കൊടുത്തത് ആർക്കാണെന്ന് കണ്ടുപിടിക്കണം, പ്രത്യേകിച്ച് ഹൃദയം എന്നിങ്ങനെ പറയുമ്പോൾ രേഷ്മ ഒന്ന് അപ്സെറ്റ് ആവുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, എനിക്ക് വേറൊന്നുമില്ല, ദൂരെ നിന്നൊന്ന് കണ്ടാൽ മാത്രം മതി എന്ന് പറയുകയാണ്. അന്നേരം അത് മധുരയിലെ ഡോക്ടറുമായിട്ട് സംസാരിക്കണം, അപ്പോൾ അവർ രഹസ്യങ്ങളൊന്നും പുറത്തുവിടില്ല, വിവരങ്ങളൊന്നും പുറത്തുവിടില്ല എന്നാണ് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. അന്നേരം രേഷ്മയെ കൊണ്ട് സാധിക്കില്ലെങ്കിൽ ഡോക്ടറുടെ
ഡ്രസ്സ് എനിക്ക് തന്നാൽ മതി, ഞാൻ സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. അന്നേരം പെട്ടെന്ന് രേഷ്മ അത് വേണ്ട, ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ, ശരിയാക്കാമെന്ന് പറയുന്നുണ്ട്. അന്നേരം എനിക്ക് ദൂരെ നിന്നൊന്ന് കണ്ടാൽ മാത്രം മതി, വേറൊന്നും വേണ്ട, രേഷ്മ ഒന്ന് സഹായിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ ശ്രമിക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് വിഷ്ണുവേട്ടൻ്റെ ആ ഒരു ചിതാഭസ്മം എനിക്ക് പാപനാശിനിയിൽ ഒഴുക്കണം, അതിന് വിഷ്ണുവേട്ടൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടാനായിട്ട് അതെനിക്ക് ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ കണ്ണ് നിറയാതെ അത് ചെയ്യണം, അതാണ് വേണ്ടതെങ്കിൽ വിഷ്ണുവിൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടും എന്നൊക്കെ അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട്. അതൊക്കെ രാമേട്ടൻ ഇങ്ങനെ കേട്ട് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ രാമേട്ടനും അത് മനസ്സിലാവുമെന്നാണ് തോന്നുന്നത്. അതിനുശേഷം ശാലിനി അങ്ങ് സങ്കടപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം രേഷ്മ പറയുന്നുണ്ട് വിഷ്ണുവിൻ്റെ കുറച്ച് സാധനങ്ങൾ ഞാൻ കൂടെ കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട് 2-3 ദിവസമായി, അതിപ്പോൾ ഇവിടെ വെച്ച് ശാലിനി ഏൽപ്പിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ ചോദിക്കുകയാണ്. അന്നേരം എന്ത് കുഴപ്പം, എൻ്റെ വിഷ്ണുവേട്ടൻ്റെ സാധനങ്ങളല്ലേ, എടുക്കുമെന്ന് പറയുകയാണ്. അതുകൊണ്ട് ശെൽവിയാണെങ്കിൽ ആ വാൻ തുറന്നിട്ട് ഒരു കവർ ഇങ്ങനെ എടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് രേഷ്മ പറയുന്നുണ്ട് വിഷ്ണു അന്ന് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ധരിച്ചിരുന്ന മുണ്ടും ഷർട്ടും ചെരുപ്പും മാലയും വളയും ഒക്കെയാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ആ കവർ ഇങ്ങനെ രേഷ്മ ശാലിനിയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ ശാലിനി അത് വാങ്ങിയിട്ട് വണ്ടിയുടെ ബോണ്ടിൻ്റെ അടുത്തേക്ക് കൊണ്ടുവച്ച് അതിങ്ങനെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അന്നേരം വിഷ്ണുവിൻ്റെ ആ ഒരു ഷർട്ട്, പിന്നെ മുണ്ട്, പിന്നെ വള, മാലയൊക്കെ കാണുമ്പോൾ ശാലിനിക്ക് അങ്ങ് സങ്കടം അങ്ങ് ചേർത്ത് പിടിക്കുകയാണ്. ഇതൊക്കെയാണോ എനിക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിരുന്നത്, ഓർമ്മിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട് എന്ന് പറഞ്ഞ് ശാലിനി ആ മുണ്ടും ഷർട്ടും ആ മാലയും വളയും ഒക്കെ ചേർത്ത് പിടിച്ചങ്ങ് സങ്കടപ്പെടുകയാണ്. അതായത് ഓർമ്മിക്കുന്നുണ്ട് വിഷ്ണു ഇങ്ങനെ വള ഇങ്ങനെ കയ്യിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ തിരികുന്നതും മുണ്ടിങ്ങനെ മടക്കി കുത്തുന്നതും വിഷ്ണു ഇങ്ങനെ നിൽക്കുന്ന മാല ഇട്ടുകൊണ്ട് നിൽക്കുന്നതും ഒക്കെ ഇങ്ങനെ ഓർമ്മിക്കുകയാണ്. അന്നേരം ശാലിനിക്ക് സങ്കടം സഹിക്കാനേ കഴിയുന്നില്ല. ശാലിനി അങ്ങ് പൊട്ടിക്കരയുകയാണ്. അന്നേരം കൂൾ ഡൗൺ ശാലിനി മരിച്ചു പോയവർ എന്തായാലും തിരിച്ചു വരില്ലല്ലോ, നമ്മൾ സഹിച്ചല്ലേ പറ്റൂ എന്ന് പറഞ്ഞ് രേഷ്മ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അതാ ശെൽവിയും ആ മാനേജർ പയ്യനും രാമേട്ടനും ഇങ്ങനെ സങ്കടത്തോടെ നോക്കി നിൽക്കുകയാണ്. അതിനുശേഷം അവിടെ മഹേന്ദ്രന്റെ ഗോഡൌണിൽ ഇങ്ങനെ പ്രകാശിനെ കെട്ടിയിട്ടിരിക്കുകയാണ് ലാസറും സ്വാമിയും പിന്നെ കുറെ ഗുണ്ടകളും ഒക്കെ ഉണ്ട്. അന്നേരം ഇവന് ജീവനുണ്ടോടാ എന്നിങ്ങനെ ലാസറിനോട് ചോദിക്കുകയാണ്. അന്നേരം ഉണ്ടെങ്കിൽ കാണിക്കുമെന്ന് പറയുമ്പോൾ ലാസറാണെങ്കിൽ ഇപ്പോൾ വെള്ളം എടുത്ത് പ്രകാശിന്റെ തലയിലേക്ക് ഒഴിക്കുമ്പോൾ പ്രകാശം പെട്ടെന്ന് അത് തല മുമ്പിട്ട് ഇങ്ങനെ ആ ഒരു അബോധാവസ്ഥയിലായിരുന്നു. വെള്ളം ഒഴിക്കുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് കണ്ണ് തുറക്കുന്നുണ്ട്. അപ്പോൾ ജീവനുണ്ടല്ലേ, ആയുസ് അങ്ങോട്ട് പോയിട്ടില്ല, അപ്പോൾ ഇനിയും ആയുസ് ഒരുപാടുണ്ട് എന്ന് പറയുമ്പോൾ സ്വാമി പറയുന്നത് ഡോക്ടറല്ലേ, ഇന്ന് പഠിച്ചെത്തുമ്പോൾ ഒരുപാട് പേരുടെ ആയുസ് നിലനിർത്താനുള്ളതല്ലേ എന്ന് പറയുകയാണ്. അന്നേരം അപ്പോൾ പിന്നെ അവൻ്റെ ജീവൻ എന്തായാലും എടുക്കണ്ട, പിന്നെ നീ മഹേന്ദ്രനെ മാനം കെടുത്തിയിട്ട് എന്തായാലും ഇവിടെ ജീവിക്കാമെന്ന് കരുതണ്ട, ഒരു അവസരം നിനക്ക് തരികയാണ്, എവിടേക്കാണെന്ന് വെച്ചാൽ നീ പൊയ്ക്കൊള്ളണം, എത്രയും ദൂരത്തേക്ക് പോകാമോ അത്രയും കൂടുതൽ ആയുസ് നിൻ്റെ കൂടും, ഈ കേരളം വിട്ട് നീ പൊയ്ക്കൊള്ളണം, നിനക്ക് ജോലിയോ പിന്നെ വിദേശത്ത് പോകണോ എന്ത് വേണമെങ്കിലും മഹേന്ദ്രൻ ശരിയാക്കി തരും, പക്ഷെ നിന്നെ പോലുള്ള ഒരുത്തൻ എൻ്റെ മോളെ എങ്ങനെയാടാ കെട്ടിച്ച് തരിക എന്ന് പറഞ്ഞ് കുറേ കവളത്ത് ഇങ്ങനെ തല്ലുകയൊക്കെ ചെയ്യുന്നുണ്ട്. 2 മൂന്നെണ്ണം ഒന്നും പറയാനാകാതെ പ്രകാശനെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണല്ലോ. എന്നിട്ട് സ്വാമി എന്ന് വിളിക്കുമ്പോൾ സ്വാമി ബാഗിൽ നിന്നും കുറച്ച് പണം എടുക്കുന്നുണ്ട്, അതിങ്ങനെ കെട്ടിയിട്ട് പ്രകാശിൻ്റെ കയ്യിലേക്ക് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുമായിട്ട് നീ പൊയ്ക്കൊള്ളണം, എത്രയും പെട്ടെന്ന് ഇവിടം വിട്ട് പൊയ്ക്കൊള്ളണം എന്നിങ്ങനെ പറയുകയാണ്. ഈ ഒരു ടൈമിൽ തന്നെ ശിവനാണെങ്കിൽ അവിടെ ഇങ്ങനെ ബുള്ളറ്റ് ഓടിച്ചിങ്ങനെ എത്തുന്നുണ്ട്. അവൻ ഒരിടത്തേക്കും പോകുന്നില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ആ പ്രകാശിൻ്റെ കയ്യിൽ നിന്ന് പൈസ അങ്ങോട്ട് താഴെ വീഴുന്നുണ്ട്. എന്നിട്ട് ശിവനാണെങ്കിൽ അതിൽ നിന്നങ്ങ് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ് ഇത്രയും ക്രൂരത പാടില്ല എന്ന്, മക്കളോട് ഇത്രയും ക്രൂരത പാടില്ല എന്ന് പറയുമ്പോൾ അത് മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ, അപ്പോൾ ആകാമെന്ന് പറയുകയാണ്. പക്ഷെ ഇങ്ങനെയല്ല മക്കളോട് സ്നേഹം കാണിക്കേണ്ടത് എന്നിങ്ങനെ പറഞ്ഞ് അവർ തങ്ങളിൽ കുറേ വാക്ക് തർക്കമൊക്കെ നടക്കുന്നുണ്ട്. അന്നേരം പക്ഷെ ഞാൻ ഇവനെ കൊണ്ടുപോകാൻ വന്നതാണെന്ന് പറയുന്നുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ അച്ഛൻ ചന്ദ്രയുടെ മുന്നിൽ അച്ഛൻ ജയിക്കാൻ വേണ്ടി തന്നെയാണ്. അച്ഛൻ ജയിക്കണമെന്നുണ്ടെങ്കിൽ ചന്ദ്രയുടെ അടുത്ത് ഇവൻ എത്തണം, മക്കളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുമ്പോഴാണ് അച്ഛൻ ഹീറോ ആവുന്നത്, അച്ഛൻ ഞങ്ങളുടെ മുന്നിൽ നിന്ന് ഹീറോ ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോൾ നീ സാരോപദേശം നടത്തി എന്നെ മനസ്സ് മാറ്റാൻ നോക്കണ്ടെന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ ഇവനെ കൊണ്ടുപോകും എന്നിങ്ങനെ പറയുന്നുണ്ട്. പണ്ടേ കുഞ്ഞിലെ അച്ഛൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ അവളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുത്തിട്ടുള്ളൂ, അതേപോലെ ഇതും ഞാൻ സാധിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് ആ കെട്ടഴിക്കാനായിട്ട് തുടങ്ങുകയാണ്. അന്നേരം ലാസർ ഇങ്ങനെ ഇടയ്ക്ക് കയറുന്നുണ്ട്. അതെങ്ങനെ ശരിയാവും ശിവസാറേ, ഇപ്പോൾ മഹേന്ദ്ര സാറിൻ്റെ മുന്നിൽ വെച്ച് കൊണ്ടുപോയാൽ നമ്മുടെ മഹേന്ദ്ര സാറ് കൊച്ചാവുന്നത് പോലെയല്ലേ, അത് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണ്. അന്നേരം ലാസറിനെ ഇങ്ങനെ നോക്കിയിട്ട് ശിവൻ പറയുന്നുണ്ട് അച്ഛൻ്റെ ഗുണ്ടാപ്പടയിൽ ഇപ്പോൾ ആളെണ്ണം കുറവാണ്, ഇനി നീയും കൂടി പിന്നെ തണ്ടല് പിന്നെ തടി കേടാക്കിയിട്ട് അതും കൂടി എണ്ണം കുറയ്ക്കണോ ചോദിക്കുകയാണ്. അന്നേരം എന്നാലത് നോക്കിയിട്ട് തന്നെ കാര്യം എന്നിങ്ങനെ ലാസർ പറയുമ്പോൾ എങ്കിൽ പിടിച്ചുവിടാമെന്നും പറഞ്ഞ് ലാസറിനെ തല്ലുകയാണ്. അതൊക്കെ ഇങ്ങനെ മഹേന്ദ്രൻ നോക്കി നിൽക്കുകയാണ്. അന്നേരം കുറേ പേരൊക്കെ അടിക്കാൻ വരുന്നുണ്ട്. എല്ലാവരെയും നന്നായിട്ട് ശിവൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. ലാസർ കമ്പോ ബാറ്റോ ഒക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അതെല്ലാം ശിവൻ അടിച്ചു ഒതുക്കുകയാണ്. അന്നേരം മഹേന്ദ്രൻ ആകെ ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. ആ ഒരു ടെൻഷൻ ആവുന്നുണ്ട്, ശിവൻ്റെ മേളിൽ അടി വീഴുന്നോ എന്നൊക്കെ നോക്കുന്നുണ്ട്. അവസാനം ഈ ലാസറാണെങ്കിൽ ഒരു വാളെടുത്ത് ശിവൻ്റെ നേരെ ഇങ്ങനെ
ഇങ്ങനെ ഓങ്ങി വരുമ്പോൾ പക്ഷെ അത് മഹേന്ദ്രൻ തടയുകയാണ് ചെയ്യുന്നത്, അത് ശിവന് കൊള്ളാതിരിക്കാൻ. അപ്പോൾ ആ തയക്കത്തിന് ശിവനാണെങ്കിൽ വീണ്ടും ലാസറിനെ തള്ളി വീണ്ടും അടിച്ചിടുകയാണ് ചെയ്യുന്നത്. വീണ്ടും ഇങ്ങനെ ലാസർ ഓങ്ങാനായിട്ട് വരുമ്പോൾ മഹേന്ദ്രൻ മതി നിർത്തുക എന്ന് പറയുകയാണ്. അച്ഛനെ ജയിക്കാനായിട്ട് വന്നതല്ലേ, അപ്പോൾ അച്ഛനെ ജയിച്ച് തന്നെ അവൻ കാണിക്കട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഇത് ജയിക്കാൻ അങ്ങനെ വേണ്ടിയിട്ടുള്ളതല്ല. ഇനി എന്നിട്ട് ഈ പ്രകാശിൻ്റെ കെട്ടൊക്കെ അഴിച്ചിട്ട് പ്രകാശിനെ ഇങ്ങനെ കയ്യിലേക്ക് പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് ഇവനെ ഞാൻ കൊണ്ടുപോവുകയാണ്, ജീവനോടെയാണ് കൊണ്ടുപോകുന്നത്, ജീവൻ സംരക്ഷിക്കാമെന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത്. എന്നിട്ട് സ്വാമിയോട് പറയുന്നുണ്ട്, സ്വാമി അച്ഛനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം, ഇനി ഇതുപോലുള്ളത് ആവർത്തിക്കരുതെന്ന്. കാരണം ഞാൻ പറഞ്ഞാൽ അത് ധിക്കാരമായിട്ട് തോന്നും. സ്വാമിക്ക് ആണെങ്കിൽ പറയാമല്ലോ. പിന്നെ ഇനിയും ഇങ്ങനെ പുറപ്പെടാനാണ് തീരുമാനമെങ്കിൽ അകത്ത് പോകും, അത് സ്വാമി ആയിരിക്കും ഇനി അകത്ത് പോകുന്നത് എന്ന ഒരു ഭീഷണിയുടെ സ്വരം പോലെ സ്വാമി ഇങ്ങനെ ഞെട്ടി നോക്കി നിൽക്കുകയാണ്. കൂടെ അച്ഛനുണ്ടാകും എന്ന് എനിക്ക് പറയാനായിട്ട് പറ്റില്ലല്ലോ, മകനായി പോയില്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് പ്രകാശനെയും കൊണ്ട് ശിവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷെ അത് മഹേന്ദ്രൻ നോക്കി നിൽക്കാനേ കഴിയുന്നുള്ളൂ. ഇത്രയുമാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡിലെ രാഘവൻ നായർ വിവാഹ വാർഷികമായിട്ട് മുന്നോട്ട് പോകുന്നത് തന്നെയാണ്. ഇനിയിപ്പോൾ മിക്കവാറും ശാലിനി കൊണ്ടുപോയ സാധനങ്ങളൊക്കെ രാഘവൻ നായർ കാണും. അതിന് വളയും മാലയൊക്കെ ഇനി ശിവനെ കൊണ്ട് അണിയിക്കുകയോ ഇടുകയോ ഒക്കെ ചെയ്യും. അതൊക്കെ കൂടിയാകുമ്പോൾ ശാലിനിക്ക് ആകപ്പാടെ ദേഷ്യമാവും. അതൊക്കെ നമുക്ക് അടുത്തടുത്ത എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക് യു.